ഹായ് ഫ്രണ്ട്സ്, മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെറും 7-8 ദിവസം കൊണ്ട് തന്നെ പല റെക്കോർഡുകൾ മാറി മറിയുകയാണ്. ഇപ്പം വെളി വന്നിരിക്കുന്ന പുതിയ റെക്കോർഡുകൾ എന്ന് വെച്ചാൽ കർണാടകയിൽ നിന്നും 10 കോടി രൂപ കളക്ഷൻ നേടിയിരിക്കുന്നുവെന്ന് ഹോംബാലെ ഫിലിംസ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് നിന്ന് 30 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇപ്പം പലരും പല ഫാൻസുകാരും വെളി വന്നോട് പറയും മഞ്ഞുമേൽ ബോയ്സ് ഇത്ര കിട്ടി, മറ്റേ പ്രേമലു ഇത്ര കിട്ടി എന്നൊക്കെ വന്ന് പറയും. അതൊക്കെ ഓൺസിന്റെ വയൽ നടക്കുന്ന കേസുകളാണ്. അത് 7 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ടല്ല, അവർ അതിൻ്റെ ലൈഫ് ടൈം ആയിട്ട് അത് ആ സിനിമ നേടിയതാണ് അത്രയും കളക്ഷൻ എന്ന് പറയുന്നത്. 30 കോടി രൂപ എന്ന് പറയുന്നത് വെറും 7 ദിവസം കൊണ്ട് നേടിയ ഏത് സിനിമയുണ്ട് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും? കാരണം ഇന്ത്യക്കകത്ത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും 30 കോടി രൂപ 8 ദിവസം കൊണ്ട് നേടിയ ഏത് സിനിമയുണ്ട്? മഞ്ഞുമൽ ബോയ്സ് ഒന്നും പറഞ്ഞിട്ട് പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് ഒന്നും 8 ദിവസം കൊണ്ടൊന്നും 30 കോടി രൂപ നേടിയിട്ടില്ല. അപ്പം 30 ദിവസം കൊണ്ട് ഒരു 8 കോടി 10 കോടി രൂപ കിട്ടുന്നത് പോലെയല്ല 8 ദിവസം കൊണ്ട് 30 കോടി രൂപ കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കന്നഡ, ബാംഗ്ലൂർ ഉൾപ്പെടുന്ന കന്നഡ, അതായത് അവിടെ നിന്നും ഈ സിനിമയ്ക്ക് 10 കോടി രൂപ നേടാൻ സാധിച്ചത് ഹോംബാലെ ഫിലിംസ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, 100 കോടി രൂപ ഷെയർ കിട്ടുന്ന ഒരു സിനിമ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പ്രസിഡന്റായ സുരേഷ് കുമാറിന് അണ്ണാക്കിൽ കിട്ടിയ ഒരു അടിയാണ് 100 കോടി രൂപ. പറഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുമ്പ് 100 കോടി രൂപ ഗ്രോസ് നേടിയ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് ഇറക്കി കാണിച്ചു കൊടുത്തു. അതും ആന്റണി പെരുമ്പാവൂറിന്റെ പ്രൊഡക്ഷനിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ. ഇതിൽ കൂടുതൽ എന്ത് വേണം? എതിർത്ത് നിന്നവരെ കൊണ്ട് തന്നെ പ്രശംസ ഏറ്റുവാകുന്ന ഒരു സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. മാത്രവുമല്ല, ഇത് വെറും 7-8 ദിവസം ആയതേ ഉള്ളൂ. ഇപ്പോഴും കളക്ഷൻ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഒരു നോർമൽ ഹൈപ്പുള്ള സിനിമ ഫസ്റ്റ് ഡേ നേടുന്ന കളക്ഷൻ ഇപ്പോഴും നേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനി ഈ സിനിമയ്ക്ക് എന്ത് വേണം? ഈ സിനിമ ഒരു 30 ദിവസം ഇതുപോലുള്ള ചെറിയൊരു രീതിയിൽ പോയാൽ പോലും ഈ സിനിമ ഏറ്റവും വലിയൊരു സിനിമയും ഒരു 300-350 കോടി രൂപ ചുരുങ്ങിയത് ഈ സിനിമയ്ക്ക് 300 കോടി രൂപയെങ്കിലും ചുരുങ്ങിയത് ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 300 കോടി ഏറ്റവും കുറവാണ്. 350 വരെ ഈ സിനിമയ്ക്ക് പോകാനുള്ള കെൽപ്പുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമ ആളുകൾ കണ്ടു കഴിഞ്ഞു. എല്ലാവരും കാണേണ്ടവരെല്ലാം ഈ സിനിമ കണ്ടു കഴിഞ്ഞു. ഇനി ആ സിനിമ കാണേണ്ടത് ബാക്കിയുള്ള ആൾക്കാരാണ്. അപ്പം എത്രത്തോളം ആൾക്കാർ കണ്ടു നമുക്ക് ബുക്ക് മൈ ഷോയെയും ബാക്കിയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ പോലും ബ്ലോക്ക് ആവുന്ന രീതിയിൽ ടിക്കറ്റ് ബുക്കിംഗ് നടന്ന സാഹചര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനി ആരും എതിർത്തുകൊണ്ട് വരണ്ട ഇത്ര കളക്ഷൻ കിട്ടിയതെന്നൊന്നും. കാരണം ഇതുപോലൊരു മലയാള സിനിമ വേറെ ഉണ്ടായിട്ടില്ല. ഇത്രയും ബുക്ക് മൈ ഷോ പോലും ക്രാക്കാവുന്ന രീതിയിൽ ഇപ്പോൾ 8 ദിവസം കൊണ്ട് തന്നെ അതിനകത്ത് 95,000 എന്തോ ഇതായി, 95,000 വോട്ട്സായി ആ സിനിമയ്ക്ക്. ഒരു മലയാള സിനിമയ്ക്ക് 95,000 വോട്ട്സൊക്കെ അതിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും 9 ദിവസം കൊണ്ട് 8 ദിവസം കൊണ്ടൊക്കെ അത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു സിനിമയ്ക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ? 8 ദിവസം കൊണ്ട് 90K വോട്ട്സാണ് അതിൽ വന്നിരിക്കുന്നത്. ബുക്കിംഗ് അല്ല, 90K വോട്ട്സ്. അപ്പോൾ എത്ര പേര് ബുക്ക് ചെയ്ത് കാണും? നമുക്ക് എപ്പോൾ നോക്കിയാലും ഇപ്പോഴും നോക്കിയാലും 6,000, 7,000, 8,000 വർക്കിംഗ് ഡേയ്സിനകത്ത് ഒരു മണിക്കൂറിനകത്ത് ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ സിനിമയുടെ കളക്ഷൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിനിമ വലിയൊരു സക്സസിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സക്സസ് ഇപ്പം പറയും തിയേറ്റർ ഷെയറിലൂടെ പ്രോഫിറ്റ് നേടുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് സംശയമാണ്. പക്ഷേ വേറെ ബാക്കിയുള്ള ബിസിനസ്സിലൂടെയൊക്കെ ഈ സിനിമയ്ക്ക് ഇതുപോലുള്ള വലിയ വലിയ സിനിമകൾക്കൊന്നും തിയേറ്റർ ഷെയർ കൊണ്ടല്ല അവർ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പോലും തിയേറ്റർ ഷെയർ ഇത്രയും കിട്ടിയെങ്കിൽ ബാക്കിയുള്ള ബിസിനസ്സും കൂടെ ചേർക്കുമ്പോൾ എന്തായാലും ഈ സിനിമ ഒരു ലോസ് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ സിനിമ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റിലോട്ടാണ്, ബിഗ് കളക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഇതിന്റെ തേർഡ് പാർട്ട് പോലും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. കാരണം അത്രത്തോളം കളക്ഷൻ ഈ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് വയബിൾ അല്ലെങ്കിൽ അവർ ഇതിന്റെ തേർഡ് പാർട്ട് അനൗൺസ് ചെയ്യൂല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ വിജയം പോലെ ഇരിക്കും തേർഡ് പാർട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. പക്ഷേ അവർ തേർഡ് പാർട്ട് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തെങ്കിൽ ആ സിനിമയ്ക്ക് അവർക്ക് ഒന്നും കിട്ടാതെ അവർ തേർഡ് പാർട്ട് അനൗൺസ് ചെയ്യാനുള്ള അത്രത്തോളം മണ്ടന്മാരല്ല ആശീർവാദ് സിനിമാസിലുള്ളവർ. അവരതിന് തേർഡ് പാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ അവർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അല്ലാതെ ഇനി എല്ലാം പോയി കഴിഞ്ഞു ഇനി വീണ്ടും അതിൻ്റെ തേർഡ് പാർട്ട് ഇറക്കാൻ വേണ്ടി വരുമോ? ആലോചിച്ച് നോക്ക്. ഇങ്ങനെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് നോക്ക്. നമുക്കിപ്പോൾ ഒരു ബിസിനസ് നടത്തി ആ ബിസിനസ് പൊട്ടാണെങ്കിൽ വീണ്ടും ആ ബിസിനസ് ചെയ്യാനെങ്കിലും തയ്യാറാവുമോ? ഇല്ലല്ലോ. അത് തന്നെയാണ്. അപ്പോൾ അവർക്ക് അതിനുള്ള എല്ലാം കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ കിട്ടുമെന്ന് 100% ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഈ അവർ വീണ്ടും തേർഡ് പാർട്ടിലോട്ട് അനൗൺസും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗം വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി ആർക്കും. ഇതിനകത്ത് താഴെ കമൻറ്റ് ഇട്ടുകൊണ്ട് വരെയും വേണ്ട. ഇത് ഇത്രയും കോടി വേണ്ടേ, 500 കോടി കിട്ടണ്ടേ, 400 കോടി കിട്ടേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. ഈ സിനിമയ്ക്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തതും. തേർഡ് പാർട്ടിൻ്റെ ഒരു ചെറിയൊരു സോങ് എന്ന് വെളി വന്നിട്ടുണ്ട്. അസ്രയ എന്നാണ് സിനിമയുടെ പേരെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ. നന്ദി, നമസ്കാരം.